ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6, 16 മുതൽ 18 വരെ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെ ഉപവാസത്തെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാർക്കും തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയൊരു ജനാവലിക്കും നൽകിയ ഉപദേശമാണ്. ഇതിൽ ഈ നോമ്പുകാലം എങ്ങനെ നാം ശരിയായ അർത്ഥത്തിൽ ഉപവാസ ദിനങ്ങളെ മാറ്റാം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ വേദഭാഗത്ത് കാണാം. കർത്താവ് ഇവിടെ ആദ്യമായി പറയുന്നത് നിങ്ങളുടെ മുഖഭാവത്തെ സംബന്ധിച്ചാണ്. ഉപവസിക്കുമ്പോൾ 4 പേർ അതറിയണം, കാണണം, മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വചനം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പരീശന്മാർ വളരെയധികം ഉപവസിക്കുന്നവരായിരുന്നു. അവർ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കുന്നു. കാരണം അവർ ഉപവസിക്കുന്നുവെന്ന് 10 പേർ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തോടാണ് കർത്താവ് സംസാരിക്കുന്നത്. പരീശന്മാരോട് മാത്രമല്ല, തൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും, ശിഷ്യന്മാരടക്കം ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാട്ടരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ മുഖം നമ്മുടെ മനസ്സിനെ വെളിപ്പെടുത്തുന്നു. വാടിയ മുഖം കാട്ടിക്കൊണ്ട് ഞാൻ ഉപവസിക്കുന്നുവെന്ന് എല്ലാവരെയും കാണിക്കുമ്പോൾ അതൊരു പ്രഹസനമായി മാറുകയും ദൈവഹിതമല്ലാത്ത ആ പ്രവൃത്തിക്ക് അതിന് തക്കതായ പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് കർത്താവ് പറയുന്നത്. തുടർന്ന് 17-ാം വാക്യത്തിൽ മത്തായി 6:17 ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേക്കുവാനും മുഖം കഴുകുവാനും പറയുന്നു. നമ്മുടെ രഹസ്യം അഥവാ ഉപവാസത്തിൻ്റെ രഹസ്യം, നാം ഉപവസിക്കുന്നു എന്നുള്ള കാര്യം മറ്റാരും അറിയരുതെന്നാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ഉപവാസം തന്നെ, ആ പദത്തിൽ തന്നെ അതിനർത്ഥം നമുക്ക് നിർവചിക്കാം. ഉപരിയായി വസിക്കുക. ഉപരിയായി എന്ന് പറയുമ്പോൾ കൂടുതലായി. സാധാരണയായി നാം ദൈവത്തോടൊപ്പം വസിക്കുന്നതിലും അഥവാ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചനധ്യാനത്തിൽ സാധാരണയായി അഥവാ നോമ്പ് കാലത്തിന് മുമ്പ് നാം എപ്രകാരം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നു, അതിലുപരിയായി നോമ്പുകാലം ദൈവസന്നിധിയിൽ
നാം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഉപവാസം, ശരിയായ ഉപവാസം. അത് മറ്റാരും കാണുവാനല്ല, അതിനുവേണ്ടിയാണ് കർത്താവ് പറയുന്നത് തലയിൽ എണ്ണ തേക്കുക, മുഖം കഴുകുക എന്നൊക്കെ. അങ്ങനെ രഹസ്യമായി നാം ദൈവവും നാവുമായിട്ടുള്ള ബന്ധം ഉപവാസത്തിലൂടെ പ്രതിഫലിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ദൈവം നൽകുമെന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ ഉപവസിച്ച് നോമ്പുകാലം ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പാഴിലാകരുതേ പാത തേടുമ്പോൾ, പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ. താപമേറും മാനസേ വാസമാകണമേ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. സാന്ത്വനം കേൾക്കുവാൻ നായക ദേവാസാദരം ദീപമേന്തി നിന്നിടാ. സാന്ത്വനം കേൾക്കുവാൻ